ബിഗ് ബോസ് സീസൺ 7 ഡേ 4ന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. രാവിലെ 7 മണിയായപ്പം പതിവില്ലാതെ ഞാൻ എണീറ്റു. അപ്പൊ ചുമ്മാ ലൈവ് ഒന്ന് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ അനീഷ് കോമണർ രാവിലെ എണീറ്റ് ബെഡൊക്കെ മടക്കി സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടി കണ്ടു. എനിക്ക് തോന്നുന്നു രാവിലെ എണീറ്റത് അനീഷാണ്. അത്ര രാവിലെ ഒന്നും അല്ല 7 മണി എന്ന് പറയുന്നത്. എന്നാലും അനീഷ് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചാടി എണീറ്റിട്ടുണ്ട് രാവിലെ. ഇനി ഇന്ന് ചെയ്യാം എന്നുള്ളൊരു മൂഡിലാണ് അനീഷ് രാവിലെ എണീറ്റ് വരുന്നത്. അത് കഴിഞ്ഞ് കുറച്ചു നേരം ഞാനൊന്ന് ഉറങ്ങിപ്പോയി. വീണ്ടും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് എണീറ്റ് നോക്കാൻ നേരത്ത് മുട്ടൻ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച എന്നൊന്നും അതിനെ പറയാൻ പറ്റത്തില്ല. അനുമോള് അക്ബർ രാവിലെ ചൊറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അനുമോളെ എടി എന്ന് വിളിക്കും, അനുമോള് ഡാ എന്ന് വിളിക്കും, ആ ഒരു മോഡ്. എന്നിട്ട് എന്താണ് അക്ബർ പോടാ ബോഡി, എടാ ഡി അല്ല പോടാ ബോഡി ആ ഒരു മോഡിലാണ് രണ്ടുപേരും രാവിലെ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മൂലക്യൂന്ന് നമ്മുടെ രേണു രാവിലെ തുടങ്ങി. സെപ്റ്റി ടാങ്ക്, തീട്ടക്കുഴി, ഇന്നലെ ആ വിഷയം കഴിഞ്ഞതാണ്. എന്നിട്ടും രാവിലെ ആരുടെയൊക്കെയോ പ്രിയങ്കരിയായിട്ടുള്ള രേണു ചേച്ചി തീട്ടക്കുഴിയും പൊക്കി എടുത്തുകൊണ്ടാണ് കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. എന്ത് ഗെയിമാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗെയിം എന്ന് പറഞ്ഞ സാധനമൊന്നും ഇല്ല. ലൈക്ക് രേണുവിൻ്റെ ഗെയിമൊന്നും അല്ല. കാരണം രേണുവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ചില സമയങ്ങളിൽ പോകുന്നുണ്ട്. ഇന്നലത്തെ കേസ് തന്നെ മറ്റേ എയർ ഹോസ്റ്റസ്, ആ ഒരു ഗെയിം ഇന്നലെ പൊളിഞ്ഞു വീണു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാട്ടുകാരെടുത്ത് വെച്ച് കൊടുക്കും. ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന് ആണല്ലോ. എന്തായാലും ഇറങ്ങി വരുമ്പോൾ ഓഫ്കോഴ്സ് രേണുവിൻ്റെതായിട്ടുള്ള വേറൊരു കഥ കാണും. അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട്, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ എന്താണെങ്കിലും സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് ഈ തീട്ടക്കുഴി അല്ലെങ്കിൽ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് എന്ന് പറഞ്ഞാണ് രാവിലെ നമ്മുടെ രേണു അങ്ങോട്ട് തുടങ്ങിയിരിക്കുന്നത്. സ്ത്രീത്വത്തെ പിന്നെ ഞാൻ വിധവയാണ്, ആ ഒരു വിക്ടിം കാർഡ്, ഒരു വിധവാ കാർഡും രാവിലെ രേണു ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണെന്ന് ഇന്നലെ ഓൾറെഡി കഴിഞ്ഞതാണ്. പിന്നെ എനിക്ക് ഇന്നലത്തെ രേണുവിൻ്റെ ചില ഇൻസിഡൻസ് നമ്മൾ കണ്ടല്ലോ ലൈവിലും. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു എപ്പിസോഡിൽ അധികം കാണിച്ചിട്ടില്ല. ഒരു 10-15 പ്രാവശ്യം രേണു ഇത് തന്നെ എന്നെ വിളിച്ചല്ലേ, എന്നെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചല്ലേ, തീട്ടക്കുഴി. ഇവള് തന്നെയാണ് തീട്ടക്കുഴി എന്നുള്ള സാധനം നമുക്ക് ഇട്ട് തന്നത്. സെപ്റ്റിക് ടാങ്ക് എന്നാണ് മാന്യമായിട്ട് വിളിച്ചത്. അത് അത്ര മാന്യമാണോ എന്ന് ചോദിച്ചാൽ അത്ര മാന്യമൊന്നും അല്ല. അക്ബർ മോൻ വേറെ ഗെയിം കളിച്ചു. പക്ഷെ എന്താണെങ്കിലും ഇതിനെ തീട്ടക്കുഴിയാക്കി മാറ്റി വീണ്ടും ഇത് പറഞ്ഞ് മനസ്സിലിട്ട് രാത്രിയിലും പകലും ഒക്കെ ഇത് തന്നെ ആലോചിച്ച്. അപ്പം രേണുവിൻ്റെ ആ ഒരു ആലോചനയിൽ നിന്ന് അല്ലെങ്കിൽ അതിങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ, ഈ അഭിനയമാണ് രേണുവിൻ്റെ. ഈ പുറത്ത് നിൽക്കുമ്പോഴത്തേക്ക് കമൻറ്റോളികൾ, നെഗറ്റീവോളികൾ എന്തും പറഞ്ഞോട്ടെ, എനിക്കൊരു മൈൻഡും ഇല്ല, എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ രേണുവിൻ്റെ. വെറുതെയാ. മറ്റേ നമ്മുടെ ബിഗ് ബോസിനകത്ത് ദിലീപ് ബിഗ് ബോസ് എന്ന് മാറിപ്പോയി പറഞ്ഞത്. നമ്മുടെ എന്താണ് ബിഗ് ബോസ് ആണ് മൈ ബോസ് സിനിമയിൽ നമ്മുടെ ദിലീപിന്റെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ബാത്റൂമിൽ കയറി മറ്റേ ബക്കറ്റ് ചവിട്ടി പൊട്ടിച്ച്. ഏതാണ്ട് രേണു ചേച്ചി പുറത്ത് നിന്നപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു. പകല് മൊത്തം നാട്ടുകാർ തെറിവിളിയൊക്കെ കേട്ടിട്ട് വീട്ടിൽ പോയി കമന്റൊക്കെ വായിച്ച് രാത്രിയിൽ കട്ടിലെ കയറി ഇടിച്ചു പൊളിക്കുമായിരിക്കും രേണു ചേച്ചി. അതിന്റെ വേറൊരു സാധനം അകത്ത് വെച്ച് സംഭവിക്കുന്നുണ്ട്. കാരണം അകത്ത് ആ ബക്കറ്റ് പൊട്ടിക്കാനും ഇടിക്കാനും പറ്റാത്തതുകൊണ്ട് തന്നെയും പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്ന് രാവിലെ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്നിട്ട് അത് കുറച്ചും കൂടെ കൂട്ടി. മറ്റേ വിധവാ കാർഡിറക്കുന്നു, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അബി ഇതിനിടയ്ക്ക് പോയി രേണുവിനെ ഒന്ന് ചൊറിഞ്ഞു വിടുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് അവിടെ അത്യാവശ്യം ഒരു സംസാര വിഷയമായി. കാരണം രേണു പിന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരും കൂടെ ഇരിക്കുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്, എന്നെ സെപ്റ്റിക് ടാങ്ക് ഇനി വിളിക്കരുത്. ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് ഒരു പേരിട്ടത്. ഓക്കെ, ഒരു ഷോയിലാണ് അവിടെ നിൽക്കുന്നത്. ആ ഷോയിൽ ഒരു പേര് കിട്ടി, അത് മേടിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള ഗെയിമിന് പോകരുത്. രേണുവിനെ കറക്റ്റായിട്ട് ട്രിഗർ ചെയ്യുന്ന ഒരു പേര് തന്നെ അക്ബർ ഇട്ട് കൊടുത്തു. അത് അക്ബറിന്റെ ഒരു ഗെയിം, ഒരു ചൊറിയൽ ഗെയിം, അങ്ങനെ പറയാനുള്ളൂ. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു പേര് വേണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്ഥാനത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒന്ന് ആലോചിച്ച് നോക്കി, തീട്ടക്കുഴി എന്നൊക്കെ ഒരു പേര് കിട്ടിക്കഴിഞ്ഞാൽ ഇച്ചിരി ആ ഒരു സാധനമല്ലേ, അതായിരിക്കും രേണുവിന്. എന്താണെങ്കിലും രേണുവിന്റെ പേര്, ആ ഒരു പേരിനെ വിളിച്ചത് അല്ലെങ്കിൽ അക്ബർ ആ ഒരു പേരിട്ടതിനോട് അനുമോൾ അത് യോജിക്കുന്നില്ല. അത് വേണ്ട ചേട്ടാ, അത് കുറച്ച് കൂടി പോയെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അനുമോൾ അവിടെ വേറൊരു കാര്യം പറയുന്നത് കേട്ടു. അനുമോൾ കുറച്ച് ആക്റ്റീവാണ് കേട്ടോ, രാവിലെ എല്ലാത്തിനകത്തും കയറി ഇടപെടുന്നുണ്ട്. അപ്പൊ അനുമോൾ രാവിലെ പറയുന്നത് കേട്ടു രേണുവിന്റെ അടുക്കെ, രേണു ചേച്ചി ഈ സ്ത്രീത്വത്തെ ആ ഒരു സാധനവും പിന്നെ ഈ വിധവാക്കാട് ഇത് രണ്ടും അങ്ങ് മാറ്റി വെക്ക്, ബോറാണ്. സ്ത്രീത്വത്തെ അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ സ്ത്രീകളെ റെപ്രസെന്റ് ചെയ്താണ് ഇതിനകത്ത് നിൽക്കുന്ന ഒരു സാധനം ഉണ്ട് രേണുവിന്റെ.
അപ്പം അതൊന്നും വേണ്ട, ഞങ്ങളും ഒക്കെ സ്ത്രീകളാണ് എന്നുള്ളൊരു സാധനം അനുമോള് പറയുന്നുണ്ട്. അത് നല്ല ഒരു കൊടുക്കായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അനുമോള് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കുന്നുണ്ട് രേണുവിന്. പിന്നെ അനുമോളെയും ഒരു ചൊറിച്ചിലും കുറച്ച് വായാടിയൊക്കെ ആയിട്ട് പലർക്കും തോന്നും, നമുക്ക് അറിയത്തില്ല. അനുമോൾ അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് ഗെയിം ഒന്നും മറ്റേ ചിന്തിച്ച് കളിക്കാനുള്ള ഒരു ബുദ്ധി ഒന്നും അതിനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രേണുവിനും ഗെയിം ഒന്നുമില്ല. രേണുവിനും ഗെയിം ഉണ്ടെങ്കിൽ രേണു ഒരു ഡയലോഗ് അടിക്കത്തില്ലായിരുന്നു. രേണു ഒരു ഡയലോഗ് അടിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് ബിഗ് ബോസ് റീച്ച് ഒന്നും വേണ്ട, ബിഗ് ബോസ് വന്നിട്ടുള്ള റീച്ച് ഒന്നും എനിക്ക് വേണ്ട എന്നൊരു ഡയലോഗ് രേണു അടിക്കുന്ന കേട്ടു. എന്തോരോ. പിന്നെ അപ്പാനി പോയി ചൊറിയുന്നുണ്ട്. അപ്പാനി പറയുന്നുണ്ട്, ചേച്ചി ഇത് ഇന്നലെ പറഞ്ഞ് തീർത്ത കേസാ. രേണുവിന്റെ അടുക്കല, ഇത് ഇന്നലെ പറഞ്ഞ് തീർത്ത കേസാ, പിന്നെ നിങ്ങൾ രാവിലെ എന്തിനാണ് ഇത് തന്നെ? സത്യം പറഞ്ഞാൽ അവിടെ എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ സാധനം, നമ്മുടെ അനീഷ് ഇപ്പോഴും ചട്ടിക്കേസ് പിടിച്ചോണ്ടിരിക്കുക. ഇങ്ങനെയാണ് എല്ലാവരും. പിന്നെ നമ്മുടെ അപ്പാനിയൊക്കെ ആണെങ്കിൽ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കുക. ഇതാണ് അപ്പാനി, അക്ബർ, പിന്നെ മെയിൻലി അക്ബർ എന്നും പറയുന്നില്ല, അബിയുടെ ഒക്കെ ഒരു മൂഡ് അതാണ്. ട്രിഗർ ചെയ്യുക, കുറച്ച് ഒച്ചയമ്പളം ഉണ്ടാക്കുക. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പം ഇവരുടെ ആ ഒരു സാധനം പിടിക്കുമ്പം രേണുവും അതുപോലെ തന്നെ ഈ അനീഷൊക്കെ ഇതുപോലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അവരുടെ ഒരു ഗെയിമാണെന്ന് ചോദിച്ചാൽ അനീഷിന്റെ കാര്യത്തിൽ അതൊരു ഗെയിം ആയിരിക്കാം, പക്ഷെ രേണുവിന്റെ കാര്യത്തിൽ അതൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അകത്തൂന്ന് ഇങ്ങനെ മനസ്സിലായ ആ ഒരു സാധനമാണ്. പിന്നെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് ഈ ബിഗ് ബോസിൽ വേണ്ട, അല്ലെങ്കിൽ ബിഗ് ബോസ് വന്നതിന്റെ റീച്ച് ഒന്നും എനിക്ക് വേണ്ട എന്നുള്ള സാധനമൊക്കെ രേണു അടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും അപ്പാനി പറയുന്നുണ്ട്, ചേച്ചി നിർത്ത്, ഇന്നലെ രാത്രി അവൻ മാപ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്. അക്ബർ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഇന്നലെ മാപ്പ് പറയണ്ടായിരുന്നു ഈ സ്ത്രീയുടെ ഇടയ്ക്ക്, എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് തോന്നി, അല്ലെങ്കിൽ ആ പേര് കുറച്ച് ബോറായെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനൊരു മാപ്പ് പറഞ്ഞത് രാത്രി പോയിട്ട് പറയുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ ഫ്രണ്ടിൽ അവർ അക്ബർ പറയുന്നുണ്ട്. അത് അക്ബറിന്റെ ഒരു ഗെയിം, മനസ്സിലായില്ലേ? അക്ബർ ആ പേരിട്ടു രേണുവിനെ ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഇഷ്ടം പറ്റാൻ. അതുപോലെ തന്നെ അക്ബറിന് മനസ്സിലായി ചിലപ്പോൾ ഈ പേര് വേറെ രീതിയിൽ പണി കിട്ടും. അതുകൊണ്ട് തന്നെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് ഒരു ക്ഷമാപണവും അണ്ണൻ അങ്ങ് നടത്തി. അത്രേ ഉള്ളൂ അണ്ണന്റെ ഗെയിം. പക്ഷെ ആ ഗെയിമൊക്കെ കൊള്ളാം. പക്ഷെ എന്താണെങ്കിലും ആ ഒരു സോറി പറഞ്ഞത് വേണ്ടായിരുന്നു എന്ന് രാവിലെ അക്ബർ പറയുന്നുണ്ട്. കാരണം ഷീ ഡിസേർവ്സ് ദാറ്റ്. രാവിലെയും വന്നിരുന്ന് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുതിയ സാധനങ്ങൾ വരട്ടെ, പുതിയ കണ്ടന്റ് വരട്ടെ മക്കളെ. ഇത് ചുമ്മാ പറഞ്ഞതും പിച്ചിയതും നുള്ളിയതും പോടി ഇതൊക്കെ തന്നെയാണ് രാവിലെ ഇത്രയും നേരം കൊണ്ട് കാണാൻ പറ്റിയത്. ബാക്കി നമുക്ക് കാണുമ്പോൾ അറിയാം ഇനി എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. എന്താണെങ്കിലും കഴിഞ്ഞ തവണത്തെ വെച്ച് ഒരു സാധനം ഇത്തവണ എന്തായാലും ഉണ്ട് കേട്ടോ. ഇതിപ്പം ചില ആളുകൾ പറയും കണ്ടസ്റ്റൻസ് കൊള്ളത്തില്ല, അങ്ങനെ ഇങ്ങനെ. നിങ്ങളപ്പം കഴിഞ്ഞ സീസൺ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാണെങ്കിലും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് രാവിലെ തൊട്ട്. ഓരോരുത്തരും ഓരോ ഗെയിം. ഇപ്പൊ അക്ബർ ആണെങ്കിലും അപ്പാനി ഫൈറ്റിംഗ് സീൻസ് ആണെങ്കിലും അപ്പാനി ഇറക്കുന്നുണ്ട്. രേണു ആണെങ്കിൽ രേണു ഒന്നുമില്ല കേട്ടോ. രേണുവിനെ ഗെയിമായിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ ഷാരുമോള് ഒരു വേറെ ഗെയിമാണ് കളിക്കുന്നത്. അതായത് എല്ലാത്തിനും ഇടപെട്ട് എല്ലാം കോംപ്രമൈസ് ചെയ്ത് വീട്ടിലെ ഒരു അമ്മായിയമ്മ, നല്ലൊരു അമ്മായിയമ്മ എന്നുള്ളൊരു മൂഡിലാണ് ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പം ഈ നല്ല അമ്മായിയമ്മയുടെ മറ്റേ പൊയ്മുഖമൊക്കെ അങ്ങോട്ട് വലിഞ്ഞു കീറും. അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ബാക്കി എല്ലാവരും, പിന്നെ ഈ ശൈത്യ എന്ന് പറയുന്ന ആളൊന്നും ഇതിനകത്തേ ഇല്ല. ഈ ഒരു ഹൗസിലേ ഇല്ലാത്ത രീതിയിലാണ് ഞാൻ അവിടെ കണ്ടേക്കുന്നത്. കാരണം ഒന്നുമില്ല. പിന്നെ ജിസയിൽ ഇന്ന് രാവിലെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കൊക്കെ മിക്കവാറും എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ പൊട്ടി വരും, ഇല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ചൊറിയും. അപ്പൊ എന്താണെങ്കിലും ബാക്കി അങ്ങോട്ട് കാണാം. ബാക്കി അപ്ഡേറ്റുകളുമായിട്ട് ഞാൻ വരാം. എല്ലാവരും അപ്പോൾ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാതെ പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. കൂടാതെ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.